ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ. അപ്പോൾ നമ്മൾ ഭാഗവതത്തിലെ ആത്മദേവൻ്റെ കഥയാണ് കഴിഞ്ഞ ദിവസം വായിച്ചത്. ഇന്ന് നമ്മൾ നാരദ മഹർഷിയുടെ പൂർവജന്മ കഥ ഇങ്ങനെയാണ് നാരദ മഹർഷി ഈ പരമഭക്തൻ എന്ന പദവി നേടിയത് എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പല തവണ ഭഗവത് സ്വരൂപം വർണ്ണിക്കുമ്പോൾ, അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് വർണ്ണിക്കുമ്പോഴും ഒക്കെ നമ്മൾ പറഞ്ഞു ഭഗവാന്റെ രൂപപ്രദർശനമാണിത് മുഴുവനെന്ന്. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം വരാം, ഇത് ഭാഗവതത്തിലുണ്ടോ? അങ്ങനെ പറയുന്നു, ഭഗവാൻ ഒരു നടനെ പോലെ നമ്മളാകുന്ന ഓരോ കഥാപാത്രങ്ങളുടെ വേഷം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഭാഗവതത്തിലുണ്ടോ എന്നൊരു ചോദ്യം വരാം. അപ്പം അത് നമുക്കിപ്പോൾ തന്നെ തീർത്ത് കളയാം, അങ്ങനൊരു സംശയം. ഇത് വരുന്നത് ഭഗവാന്റെ അവതാരങ്ങൾ എന്ന് പറഞ്ഞ് 3-ാമത്തെ അധ്യായത്തിൽ ആണ്, പ്രഥമ സ്കന്ധത്തിലുള്ള 3-ാമത്തെ അധ്യായത്തിലാണ് ഇത് വരുന്നത്. അപ്പം ഇവിടെ ഭഗവാന്റെ ഓരോരോ അവതാരങ്ങളും അതേപോലെ തന്നെ അർജുനന് കാണിച്ചു കൊടുത്ത ആ ബ്രഹ്മത്തിൻ്റെ വിശ്വരൂപ ദർശനം എന്താണോ അത്. അപ്പോൾ അതിൽ പറയുന്നുണ്ടല്ലോ, വർണ്ണിക്കുന്നുണ്ട്, സഞ്ജയൻ പറയുന്നു അർജുനൻ ഇങ്ങനെ പറഞ്ഞതായിട്ടിങ്ങനെ വിവരിച്ചു തരുന്നു നമുക്ക്. അപ്പോൾ അതിൽ കണ്ട എന്താണ്, അർജുനൻ പറയുന്നത് എന്താണ്? അർജുനൻ പറഞ്ഞു, 1000 കൈകൾ, 1000 അല്ല, ആയിരക്കണക്കിന് കൈകൾ, ആയിരക്കണക്കിന് കാലുകൾ, ആയിരക്കണക്കിന് കണ്ണുകൾ, ഇങ്ങനെ ഒരുപാട് കൈകളും കാലുകളും കണ്ണുകളും തലകളും ഒക്കെയുള്ള ഒരു രൂപം എന്ന് പറഞ്ഞപ്പോൾ അത് വിവരിച്ചത് എങ്ങനെയാണ്? ഒരേ ഒരു ഓർഗാനിസം, അതിന് ഒരുപാട് കൈകളും കാലുകളും തലകളും മുഖങ്ങളും എല്ലാം ഉള്ള ഒരു പ്രപഞ്ചത്തിൻ്റെ രൂപത്തിൽ കളിക്കുന്ന ഭഗവാനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അവിടെ, വിശ്വരൂപ ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്വരൂപം, അതായത് ബ്രഹ്മമാകുന്ന ബോധം, ആ ബോധം ഇങ്ങനെ ഓരോരോ രൂപങ്ങളായി പ്രദർശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന ജാഗ്രത അവസ്ഥ എന്ന പേരിൽ. അപ്പോൾ അത് നമ്മൾ വിശ്വരൂപത്തിൽ ചർച്ച ചെയ്തു. അതേ കാര്യം തന്നെ ഭാഗവതത്തിൽ ഭഗവാന്റെ അവതാരങ്ങൾ എന്ന് പറഞ്ഞ് പ്രഥമ സ്കന്ധത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഫലശ്രുതി എന്താ പറയുന്നത് വെച്ചാൽ, അത് 2 സന്ധ്യയ്ക്ക് തുടർച്ചയായി വായിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളും സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫലശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ ശ്ലോകങ്ങളായിട്ട് തന്നെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പക്ഷെ ഇപ്പം നമ്മൾ ഈ ചോദ്യം ഇതാണ്, ഈ നടനാണ്, രൂപമില്ലാത്ത ഈ നടൻ. ഇന്നലെ നമ്മൾ രമണ മഹർഷിയുടെ ആ ഒരു വചനാമൃതത്തിൽ വായിച്ചു, ഭഗവാൻ എന്ന് പറയുന്നത് ഒരു രൂപമല്ല, അതൊരു തിരശ്ശീല പോലെ സദാ രൂപപ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അതിനൊരു രൂപവുമില്ല. അപ്പോൾ ഈ ബോധനടൻ്റെ നൃത്തമാണ് ഈ ജഗത്തായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ഭാഗവതത്തിൽ പറയുന്നത് ഇതാണ്. ഇത് ഈ ഭഗവാന്റെ അവതാരങ്ങൾ എന്ന അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകത്തിലാണിത് പറയുന്നത്. ഈ വിശ്വരൂപ ദർശനത്തിൻ്റെ തന്നെ മറ്റൊരു എക്സ്പ്രഷനാണിത്. പശ്യന്ത്യദോ രൂപമദഭ്രചക്ഷുഷാ സഹസ്രപാദോരുഭുജാനനാദ്ഭുതം സഹസ്രമൂർധശ്രവണാക്ഷിനാസികാ
സഹസ്രമൗല്യംബരകുണ്ടലോല്ലസത്. ആയിരക്കണക്കിനു പാദങ്ങൾ, തുടകൾ, കൈകൾ, മുഖങ്ങൾ എന്നിവയാൽ അത്യാശ്ചര്യകരവും 1000 ശിരസ്സുകളോടും ചെവികളോടും കണ്ണുകളോടും മൂക്കുകളോടും കൂടിയതും വിശിഷ്ട കിരീടങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ, കർണാഭരണങ്ങൾ എന്നിവയാൽ ശോഭിക്കുന്നതുമായ ആ സ്വരൂപം യോഗികൾ ജ്ഞാനദൃഷ്ടിയാൽ കാണുന്നു. അപ്പോൾ ഈ ജ്ഞാനദൃഷ്ടിയാണ് അർജുനന് വിശ്വരൂപ ദർശനത്തിൽ കൊടുത്തത്. ജ്ഞാനദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടൊരു കണ്ണ് കിട്ടുക എന്നാണോ അർത്ഥം? അല്ല. ആ ഒരു പെർസെപ്ഷൻ, ജ്ഞാനത്തിനെ ബേസ് ചെയ്തും കൊണ്ടുള്ള ആ കാഴ്ചപ്പാട്, അത് ഉള്ളുകൊണ്ടാണ് അറിയുന്നത്. അപ്പോൾ അത് എങ്ങനെയെന്ന് വാക്കുകളാൽ വിവരിക്കാൻ വളരെ പ്രയാസം. കാരണം ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ മാത്രമേ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കണ്ണുകൾ, ഈ നമ്മുടെ ഈ ഫിസിക്കൽ ആയുസ് കൊണ്ട് കാണാൻ പറ്റില്ല. അപ്പം ഈ ജ്ഞാനദൃഷ്ടിയാണ് അർജുനന് കിട്ടിയതെന്ന് വ്യക്തമാവുന്നുണ്ട് ഇത് വായിക്കുമ്പോൾ തന്നെ, അല്ലേ? അപ്പം ഇത് വിവിധ അവതാരങ്ങളുടെ നിധാനവും ബീജവും അവ്യയവുമായി പരിലസിക്കുന്നു. യാതൊന്നിൻ്റെ അംശം കൊണ്ടാണ് ദേവന്മാർ, തിര്യക്കുകൾ ഇവരെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊക്കെയായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബോധനടൻ, അതാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ, നമ്മൾ തെറ്റായ സങ്കല്പങ്ങളെല്ലാം നമ്മൾ മാറ്റിവെക്കണം. അപ്പോഴേ ഭഗവാന്റെ ശരിയായ സ്വരൂപം എന്താണെന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഓർമ്മയോട് കൂടി നമ്മൾക്ക് ബാക്കി വായിക്കാം. അപ്പോൾ ഈ ബോധനടൻ എങ്ങനെ കളിയാടുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അതിൽ 38ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, നാമരൂപങ്ങൾ, അത് 37ാമത്തെ ശ്ലോകമാണ്. നജാസ്യ കശ്ചിൻ നിപുണേന ധാതുരവൈതി ജന്തുക്കുമനീഷഊതി നാമാനി രൂപാണി മനോവചോഭിഃ സന്തന്വതോ നടചര്യാമിവാജ്ഞഃ സവേദധാതു പദവീം പരസ്യ ദുരന്തവീരസ്യ രഥാംഗപാണേഃ യോ അമായയാ സന്തതയാനുവൃത്യ ഭജേത തത്പാദസരോജഗന്ധം. അപ്പോൾ ഇവിടെയാണ് യോഗനടൻ എന്ന് പറയുന്നത്, ബോധനടൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താ അർത്ഥം, അത് നമുക്ക് വായിക്കാം. നാമരൂപങ്ങളെ സങ്കല്പത്താലും വാക്കുകളാലും ലീലാരൂപേണ കൈക്കൊള്ളുന്നവനും സൃഷ്ട്യാദികൾക്ക് കാരണഭൂതനുമായ ഭഗവാന്റെ കർമ്മങ്ങളുടെ ഗതിവിഗതികളെ ഒന്നും അറിയാത്ത സദസ്യർ വ്യത്യസ്ത വേഷമെടുക്കുന്ന നടൻ്റെ ചെയ്തികളെ എന്ന പോലെ വെറും ബുദ്ധി കൊണ്ട് മാത്രം അറിയുന്നില്ല. അപ്പോൾ എന്താണിത് പറയുന്നത്? നാമരൂപങ്ങളെ സങ്കല്പത്താൽ കൈക്കൊള്ളുക എന്ന് വെച്ചാൽ ഈ ബോധമാണ്, ഞാൻ ഈ ശരീരമാണ് എന്ന സങ്കല്പം കൈക്കൊള്ളുന്നത്. ആദ്യത്തെ സങ്കല്പം ഞാൻ എന്നതാണ് ആദ്യത്തെ സങ്കല്പം, അവിടെയാണ് എല്ലാം തുടങ്ങിയത്. അപ്പോൾ ഈ ബോധസ്വരൂപം എന്തിനാണത് ചെയ്തതെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരവുമില്ല. അപ്പോൾ ഒരു തോന്നൽ, വെറും ഒരു തോന്നൽ, ഞാൻ, അതാണ് തോട്ടാണ് ആദ്യം വരുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ വെച്ച് പിടിപ്പിച്ച ഓരോരോ സങ്കല്പങ്ങളായി ഇങ്ങനെ ഒരു വ്യക്തിയാണ് എന്ന ഒരു വിശ്വാസത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഇതാണ് ഇവിടെ, ഇതൊക്കെ എത്ര രഹസ്യമായിട്ടാണ് ഉള്ള കാര്യങ്ങളാണ്, എത്ര സിമ്പിളായിട്ടാണ് ഇവിടെ പറഞ്ഞു തരുന്നതെന്നറിയോ ഭാഗവത്തിൽ. നമ്മൾ എത്രയോ തപസ് ചെയ്ത് അറിയുന്ന കാര്യമാണ് ശരിക്കും സിമ്പിളായി പറഞ്ഞു തരുന്നത്. ഇത് നമ്മൾക്ക് മനസ്സിലാക്കാൻ ഉള്ള പക്വത വന്നു കഴിഞ്ഞാൽ വേറെ എവിടെയും പോകേണ്ട, സത്യം മനസ്സിലാക്കാൻ ഭാഗവതം തന്നെ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പം മുമ്പൊന്നും വായിക്കുമ്പോൾ ഇത് ഇത്ര വ്യക്തമായിട്ടൊന്നും മനസ്സിലാവില്ലായിരുന്നു. ഇപ്പോൾ ശരിക്കും അത് എന്തൊരു അത്ഭുതകരമായിട്ടാണ് അത് വിവരിച്ചിരിക്കുന്നത് നോക്കൂ. നാമരൂപങ്ങളെ സങ്കല്പത്താൽ ും വാക്കുകളാലും ലീലാരൂപേണ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ആയി മാറുന്നൊന്നുമില്ല. ഈ ജാഗ്രത അവസ്ഥ മുഴുവനും ലീലാരൂപേണ മായ കൊണ്ട് തോന്നുന്നതാണ്. ഈ
മൈ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോറി ഉണ്ടല്ലോ, നമ്മൾ കളിക്കുന്ന റോൾ പ്ലേസ്, ഇതെല്ലാം ലീലാരൂപേണ യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നില്ല, പക്ഷേ നമ്മൾ സ്വപ്നത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട് അതുപോലെ. ചുരുക്കി പറഞ്ഞാൽ വി ആർ ഇൻ എ ഡ്രീം. ഈ ഡ്രീം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ഡ്രീമാണ്. ലീല, അതാണ് ലീല എന്ന് പറഞ്ഞതിൻ്റെ പൂർണ്ണമായ അർത്ഥം അതാണ്. കളിയാണ്, ഒരു കളി. അപ്പോൾ ഈ നടൻ്റെ കളിയാണ് നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഈ ചെടികളായും ഈ കൃഷ്ണ വിഗ്രഹമായും ഞാനായും നിങ്ങളായും ഈ ആകാശമായും ഭൂമിയായും എല്ലാം കളി ഈ നടൻ്റെ കളിയാണ് എന്നുള്ള രഹസ്യമാണ് ഭാഗവതത്തിൽ വെളിപ്പെടുത്തി തരുന്നത് നമുക്ക്. അതുകൊണ്ടാണ് ഭാഗവതം ജ്ഞാനം ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ജ്ഞാനമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ലീലാരൂപേണ ഈ വേഷങ്ങൾ കൈക്കൊള്ളുന്നവൻ, സൃഷ്ടിയാദികൾക്ക് കാരണഭൂതനുമായി. ഈ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഈ ഒരു ജ്ഞാനത്തിൻ്റെ കണ്ണിലൂടെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. എന്താണ് സൃഷ്ടി? സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഓരോ രൂപപ്രദർശനത്തിൻ്റെ സൃഷ്ടി എന്ന് വേണം പറയാൻ. രൂപപ്രദർശനം യഥാർത്ഥത്തിൽ ഉണ്ടാകാതെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന കുറേ മായ കാഴ്ചകളും ശബ്ദങ്ങളും ഈ രൂപങ്ങളും ചിന്തകളും ഇങ്ങനെ എല്ലാം കൂടി കൂട്ടിച്ചേർന്നിട്ടുള്ള ഒരു സ്വപ്നം. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യമെന്ന് ഞാനല്ല പറയുന്നത്, ഭാഗവതം നമുക്ക് പറഞ്ഞു തരാണ്. അങ്ങനെ ഇത് പക്ഷേ ഇത് എന്തുകൊണ്ട്, അപ്പം നമുക്ക് ചോദ്യം വരെ, ഇത് എന്തുകൊണ്ട് എന്നിട്ട് ഇത്രയും ബുദ്ധിമാന്മാരെന്ന് പറയുന്ന ഈ ആളുകൾക്കൊന്നും മനസ്സിലാകുന്നില്ല? എന്തുകൊണ്ടത് ഇത്രയധികം ആളുകൾ ആത്മസാക്ഷാത്കാരം നേടുന്നില്ല എന്ന ചോദ്യം വരാം അല്ലേ? ഇത്ര സിമ്പിളാണെങ്കിൽ അതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. ഭഗവാന്റെ കർമ്മങ്ങളുടെ ഗതിവിഗതികളെ ഒന്നും അറിയാത്ത സദസ്യർ, ഈ കാണുന്ന ഓഡിയൻസ്, ഈ ഓഡിയൻസിൻ്റെ രൂപം എടുക്കുന്നതും ഭഗവാൻ തന്നെ, എന്നിട്ടോ ഈ ഓഡിയൻസിൻ്റെ രൂപത്തിൽ ഒന്നും മനസ്സിലാവാത്ത പോലെ കാണിക്കുന്നതും ഭഗവാൻ തന്നെ. ഇതിലൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള മീനിങ് ഉണ്ട്, ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഈ നടൻ ഇങ്ങനെ നമ്മൾ ഡബിൾ റോളൊക്കെ ചെയ്യുന്നില്ലേ? മമ്മൂട്ടി, മോഹൻലാലൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നില്ലേ? ഓരോരോ ഡബിൾ റോൾ ആയിട്ടുള്ള ചില സിനിമകളൊക്കെ. അയാൾ ആ വേഷത്തിൽ അയാൾ ഗംഭീരമായി കളിക്കുന്നു, അടുത്തത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കും. അപ്പം അങ്ങനെ ഒരാളായിരിക്കും. അപ്പം നല്ല സ്വഭാവമുള്ള ഒരു ഹീറോ ആയിട്ടും വില്ലനായിട്ടും അയാൾ തന്നെയായിരിക്കും കളിക്കുന്നത്. അപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്വഭാവമായിട്ടുള്ളതും രണ്ടും ആയിട്ട് കളിക്കാൻ പറ്റും അല്ലേ? അത് സിനിമയിൽ തന്നെ നമ്മൾ കാണുന്നില്ലേ? ഇത് ഡബിൾ റോളല്ല, 7 ബില്യൺ റോൾസാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലുള്ള മരങ്ങൾ, ചെടികൾ, പക്ഷികൾ എന്ന് വേണ്ട ഈ അനന്ത കോടി ബ്രഹ്മാണ്ടമായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടൻ ഓസ്കാർ അവാർഡൊക്കെ കൊടുക്കണം, അത്ര ഗംഭീര നടൻ അല്ലേ? അതാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. ഭഗവത് സ്വരൂപം എന്താണെന്നുള്ളത് പറഞ്ഞു തരാണ്. അപ്പോൾ എങ്ങനെ നമ്മൾക്ക് ഒരു രൂപമാണിത് അപ്പോൾ എന്ന് കണക്കാക്കാൻ പറ്റൂല്ലേ? പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ പറഞ്ഞത്, അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം, ഗീതയിൽ പറയുന്നത് അല്ലേ? ആരാണോ എന്നെ ഒരു രൂപമായി, ഈ വസുദേവപുത്രനായിട്ടുള്ള ഇങ്ങനെ ഒരു രൂപമായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്നത്, അവർ മൂഢന്മാരാണ്. ഞാനിങ്ങനെ പല വേഷങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നു, എന്നെ ഒരു രൂപമായിട്ട് കാണരുത്. അതുകൊണ്ട് ഞാൻ ഈ രൂപമില്ലാത്ത അദൃശ്യനായ നടനാണ്. ഇതാരാ പറയുന്നത്? ഇത് ബ്രഹ്മം, വസുദേവപുത്രനായ കൃഷ്ണൻ്റെ രൂപത്തിൽ സംസാരിക്കുന്ന ബ്രഹ്മമാണ്. നമ്മൾ ഗീതയിൽ ഉടനീളം നമ്മൾ വായിക്കുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു സ്വരൂപ വർണ്ണന എന്ത് മനോഹരാണെന്ന് നോക്കൂ. സൃഷ്ടി. അപ്പോൾ എന്നിട്ട് പറയാണ്, നടനെ സദസ്യർ വ്യത്യസ്ത വേഷമെടുക്കുന്ന നടൻ്റെ ചെയ്തികൾ അറിയുന്നില്ല. പല വേഷങ്ങളിലെടുത്ത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഈ നടന്മാരൊക്കെ ഡബിൾ റോളൊക്കെ ചെയ്യുമ്പോൾ അവർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും അല്ലേ? ഒരു സാമ്യത ഉണ്ടാവില്ല ഒരു വേഷത്തിൽ നിന്ന്. ഉദാഹരണത്തിന് കമലഹാസൻ്റെ ഒരു മൂവി ഉണ്ടല്ലോ, ദശാവതാരം എന്നൊക്കെ പറഞ്ഞിട്ട്, അതിൽ പല 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 അത് നല്ലൊരു എക്സാമ്പിളാണ് ശരിക്കും. ഈ ദശാവതാരത്തിൽ എന്ന മൂവിയിൽ കമലഹാസൻ പല പല റോൾസ് പ്ലേ ചെയ്യുന്നുണ്ട് അല്ലേ?
എത്ര ഡിഫറെൻ്റാണ് ഒരു വേഷത്തിൽ നിന്ന് മറ്റൊരു വേഷം എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നും. അതിൻ്റെ വേഷം മാത്രമല്ല, സംസാരിക്കുന്ന രീതി എല്ലാം ഡിഫറെൻ്റാണ്. അപ്പോൾ അത് ശരിക്കും നല്ലൊരു എക്സാമ്പിളാണ്. ഭഗവാന്റെ രൂപപ്രദർശനത്തിന് നല്ലൊരു എക്സാമ്പിളാണ് ഈ ഒരു റോൾ പ്ലേ. അപ്പോൾ ഇത് ജസ്റ്റ് ഉദാഹരണം പറയണമെങ്കിൽ തോന്നും, അനന്ത കോടി ബ്രഹ്മാണ്ടമായ രൂപപ്രദർശനം നടത്തുന്ന ഭഗവാനെ ഒന്നുമായിട്ട് ഉപമിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ചെറിയ മനസ്സിന് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു ഗ്ലിംസ് ഇങ്ങനെയാണ് ആ രൂപപ്രദർശനത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്താണ്, ഈ കാണുന്ന ആളുകൾ വിചാരിക്കുകയാണ് ഇതെല്ലാം വേറെ വേറെ ആൾക്കാരാണ് അല്ലേ. ഇപ്പോൾ കമലഹാസൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നടനെ അറിയാത്തൊരാളാണ് ഈ മൂവി കാണുന്നത് വിചാരിക്കും. അവർ കുറേ സമയമെങ്കിലും അയാൾ വിചാരിക്കാം ഇതൊക്കെ വേറെ വേറെ ആൾക്കാരാണെന്ന് വേണമെങ്കിലും വിചാരിക്കാം അല്ലേ. അപ്പോൾ അതുപോലെ സദസ്യർ കണ്ണു വീഴ്ചിരിക്കുന്നു, ഇതൊക്കെ വേറെ വേറെ, ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർക്ക് ബുദ്ധി കൊണ്ട് മാത്രം ഇതറിയാൻ പറ്റില്ല എന്നാണ്. അപ്പം ജ്ഞാനത്തിൻ്റെ കണ്ണുകൊണ്ട് ശരിക്കും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഭഗവാന്റെ സ്വരൂപം എന്താണ്. തൻ്റെ സ്വരൂപം അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി കഴിഞ്ഞു ഇത് ഭഗവാന്റെ സ്വരൂപം ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംശയം ഇനി വേണ്ട. അപ്പം നമ്മൾ പല സ്ഥലത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ രൂപപ്രദർശനം ഇതാണ്, അതിൻ്റെയൊക്കെ ബേസ് ഇതാണ്. ഭാഗവതത്തിൽ പറയുന്നു, ഗീതയിൽ പറയുന്നു, ഭഗവാന്റെ രൂപപ്രദർശനങ്ങളെക്കുറിച്ചുള്ള നല്ല നല്ല പല സ്ഥലങ്ങളിലും നമുക്ക് ഇത് വായിക്കാൻ പറ്റും. അങ്ങനെ നാരദ മഹർഷിയുടെ അങ്ങനെ വ്യാസ മഹർഷി പറയാണ്, എൻ്റെ മനസ്സിന് എന്താണെന്നറിയില്ല, ഒരു തൃപ്തി വരുന്നില്ല എന്ന് പറയാണ്. അപ്പോഴാണ് നാരദ മഹർഷി പറയുന്നത്, ഈ ഭഗവാന്റെ യശസ്, ഭഗവാൻ ഗീതയിലൊക്കെ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് എല്ലാം ആദിയും മധ്യവും അന്തവും ഞാൻ തന്നെയാണ് അർജുന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ധർമ്മത്തിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭഗവത് ചിന്ത, തത്വ ജിജ്ഞാസ ഇല്ലാത്ത ധർമ്മം ഒരിക്കലും ശാശ്വതമായ ശാന്തിയിലേക്ക് നയിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നാരദ മഹർഷി. അങ്ങനെ ദേവർഷിയായ നാരദൻ്റെ പൂർവ്വജന്മം. അപ്പോഴാണ് വ്യാസ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നാരദ മഹർഷി എങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്, എങ്ങനെയാണ് എൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ എൻ്റെ കഥ എന്ന് പറഞ്ഞ് നാരദ മഹർഷി പറയുന്നതും ഭഗവാന്റെ കഥ തന്നെ. അപ്പം നമ്മൾ ഓരോരുത്തരും എൻ്റെ കഥ എന്ന് വിചാരിക്കുന്നത് മുഴുവനും ഭഗവാന്റെ കഥയാണ് നമ്മൾ എൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം നാരദ മഹർഷി പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ബ്രഹ്മപുത്രനും അങ്ങ് പറഞ്ഞത്, അപ്പം സനാതനമായ ബ്രഹ്മതത്വവും അങ്ങ് നിധ്യാസനം ചെയ്യുകയും പ്രാപിക്കുകയും ചെയ്തു, എന്നിട്ടും അകൃതാർത്ഥൻ എന്നോണം അങ്ങ് ദുഃഖിക്കുന്നു, എന്താണ് കാരണം? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് പറയാൻ. വ്യാസൻ സർവജ്ഞാനിയാണ്, സത്യം കണ്ടെത്തിയ ആളാണ്. അപ്പം ചോദ്യം വരെ എന്തുകൊണ്ട് എന്നിട്ടും ദുഃഖിച്ചു എന്ന് പറയുന്നത്, അതിന് ദുഃഖമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ദൈവികമായ ഒരു കാര്യം നടക്കാൻ വേണ്ടി മനസ്സിൽ ഒരു ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ആ ഒരു കർത്തവ്യം കൊടുക്കുന്നത് പോലെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വേണേൽ പറയാം. അത് കുറച്ച് സമയത്തേക്ക് മാത്രം ഇങ്ങനൊരു കാര്യം നടത്താൻ വേണ്ടി ഭഗവാൻ തോന്നിപ്പിക്കുന്ന ഒരു അസ്വാസ്ഥ്യം, വളരെ കുറച്ച് സമയത്തേക്ക്. അപ്പോൾ അതുകൊണ്ടാണ്, അതല്ലാതെ വേദവ്യാസ മഹർഷി സത്യം കണ്ടെത്തിയില്ല എന്നൊന്നും ധരിച്ചു കളയരുത്. കാരണം ഇവിടെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് അതിനെപ്പറ്റി വ്യക്തമായിട്ട് കാണാം. ഇതെല്ലാം മനസ്സിലാക്കിയ ആൾ തന്നെയാണ്. പക്ഷെ കുറച്ച് സമയത്തേക്ക് ഒരു മനസ്സിനൊരു തൃപ്തിയില്ലായ്മ അങ്ങനെ പോലെ തോന്നി എന്ന് മാത്രം. അപ്പോൾ സൂര്യൻ എന്നോണം ബ്രഹ്മാണ്ടമാകെ സഞ്ചരിക്കുന്നവനും വായുവെന്നോണം സകലതിൻ്റെ ഉള്ളിലും യോഗബലാൽ പ്രവേശിക്കുന്നവനും സർവജ്ഞനുമായ അങ്ങ് പരബ്രഹ്മത്തിലും വേദത്തിലും ധർമ്മത്തിലും വ്രതങ്ങളാലും നിഷ്ണാതനാണ്. എനിക്കുള്ള ന്യൂനത എന്താണെന്ന് പറഞ്ഞു തരിക. അങ്ങനെ ചോദിക്കുമ്പോഴാണ് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ എൻ്റെ കഥ പറയാമെന്ന് പറഞ്ഞിട്ട്.
അപ്പം അതിൻ്റെ കൂടെ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. 15ാമത്തെ ശ്ലോകമാണിത്. ജുഗുപ്സിതം ധർമ്മകൃതേ അനുശാസതഃ സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമഃ യദ്വാക്യതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യതേ തസ്യ നിവാരണം ജനഃ. സ്വതവേ അത്യാസക്തനായ മനുഷ്യന് നിന്ദ്യമായ കാമ്യകർമ്മങ്ങളെ ധർമ്മമായി വിധിക്കുന്ന അങ്ങയുടെ ഈ പ്രവൃത്തി വളരെ തെറ്റായിപ്പോയി. ഇത് നിമിത്തം അതുതന്നെ ധർമ്മമെന്ന് കരുതിയിരിക്കുന്ന പ്രാകൃത മനുഷ്യൻ മറ്റു തത്വജ്ഞാനികളാലോ അങ്ങയാൽ തന്നെയോ ചെയ്യപ്പെടുന്ന കർമ്മനിഷേധത്തെ സത്യമായി ഗണിക്കുകയില്ല. ഇത് മനസ്സിലായോ എന്താ പറയുന്നത്? ഇത് അല്ലെങ്കിൽ തന്നെ അത്യാസക്തത എന്നുള്ള ഒരു ആസക്തി എന്നുള്ള ഒരു ടെൻഡൻസി മനസ്സിലുണ്ട്, മനുഷ്യ മനസ്സിനുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഈ കാമ്യകർമ്മങ്ങളെ, റിച്വൽസിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടും യജ്ഞങ്ങളെക്കുറിച്ചും അതും ഇതും ഒരുപാട് സംസാരിച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഗത്ത് യജ്ഞത്തിൻ്റെ പ്രാധാന്യം അത് ഇതെന്ന് പറയുന്നു, ഇപ്പുറത്ത് ചില സ്ഥലത്ത് മാത്രം ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഇത് ഗീതയിൽ ശരിക്കും കാണാൻ പറ്റും നമുക്ക്. ഗീതയിൽ തന്നെ ഉണ്ട് പല ഭാഗത്തും ഓരോരോ കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞ് കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു വരുന്നു, എൻ്റെ സ്വരൂപം ഇതാണ്, ഇതൊന്നും സത്യമല്ല, മായ കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് ഒക്കെ പറഞ്ഞു വരുമ്പോൾ അപ്പുറത്ത് കുറച്ചും കൂടെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് തോന്നാം. ആർക്ക്? സത്യം പിടികിട്ടാത്ത ഒരാൾക്ക്, അതല്ലെങ്കിൽ തുടക്കത്തിലുള്ള ഒരാൾക്ക് ഒരുപക്ഷെ ഒരുപാട് സംശയം തോന്നാം. അപ്പം അതിനെക്കുറിച്ചാണ് നാരദ മഹർഷി പറയുന്നത്. അങ്ങനെയുള്ള മനുഷ്യന് സത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനേക്കാളും വലുതാണ് ധർമ്മം എന്ന സംശയം തോന്നാം. ശരിയല്ലേ? നമ്മളിപ്പോൾ ഭക്തന്മാരോട് തന്നെ എന്തിനാണ് ഭഗവാനെ ആരാധിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ ശരിക്കും ഇല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാന്റെ സ്വരൂപം അറിയുക എന്നതാണ് ഓരോ ആരാധനയുടെയും പൂർണ്ണമായ ലക്ഷ്യം. അതാണ്. പക്ഷെ ലക്ഷ്യബോധമില്ല, ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. നമ്മൾക്കൊക്കെ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സപ്താഹമൊക്കെ ഉണ്ടാവുന്നല്ലാതെ മറ്റു മതങ്ങളിലൊക്കെ ഉള്ള പോലെ ജ്ഞാനികൾ വന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യബോധമൊന്നും ഉറപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യമൊന്നും നമ്മുടെ അമ്പലങ്ങളിൽ തന്നെ വളരെ കുറവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവർക്ക് കിട്ടിയ ഒരു കാര്യം എന്താ, അവർക്ക് വന്ന് തൊഴുത് പോവാന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറയാണ്, നിങ്ങളുടെ ലക്ഷ്യം ഇതാണ്, ശരിക്കും ഭഗവാനെ അറിയാമെന്നുള്ളതാണ്, അതിന് ഗീത പഠിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിലേക്കൊന്നും പെട്ടെന്ന് ശ്രദ്ധ പോവില്ല. കാരണം എന്താ, അതിനേക്കാളും പ്രാധാന്യം റിച്വൽസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊക്കെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ ഇതിനൊക്കെ വേണ്ടി ഡിവോട്ട് ചെയ്യാൻ വേണ്ടി, അല്ലേ? അപ്പോൾ ആ സമയം, ഒരുപാട് സമയം നമ്മൾ റിച്വൽസിന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി സമയമില്ല നമുക്ക് ജ്ഞാനം ഇതിനെക്കുറിച്ച് വായിക്കാനോ അല്ലെങ്കിൽ അപ്പോൾ ആ ഒരു ലെവലിൽ എത്തിയവർക്ക് പെട്ടെന്ന് പോവാം. അപ്പോൾ തുടക്കത്തിലുള്ള നിൽക്കുന്നവർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ള പല കാര്യങ്ങളും നിങ്ങൾ എഴുതി വെച്ച ഈ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഭാഗവതം എഴുതുന്നത്. അപ്പോൾ അതൊക്കെ നികത്താൻ വേണ്ടി എഴുതിയതാണ് ഭാഗവതം. അതുകൊണ്ട് തന്നെ ഭാഗവതത്തിൽ എന്താണ്, ആ കൺഫ്യൂഷൻ ഇല്ല. എന്താണ് ലക്ഷ്യമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇതാണ് ലക്ഷ്യം, ഭഗവാന്റെ സ്വരൂപം അറിയലാണ് ലക്ഷ്യം, ഭഗവാന്റെ സ്വരൂപം ഇതാണ് എന്ന് പലതരത്തിലായി പല സ്ഥലങ്ങളിലായി വ്യക്തമായി തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ ആൾക്ക് മാത്രമേ ഇത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വ്യക്തമാണ്, വേദവ്യാസ മഹർഷി ഇതെല്ലാം അറിഞ്ഞനുഭവിച്ച ആൾ തന്നെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രാകൃത മനുഷ്യൻ മറ്റു തത്വജ്ഞാനികളാൽ ചെയ്യപ്പെടുന്ന കർമ്മനിഷേധത്തെ സത്യമായി ഗണിക്കുകയില്ല. അപ്പോൾ കർമ്മമാണ് ലക്ഷ്യം എന്ന ഒരു തെറ്റിദ്ധാരണ ഒരുപാട് പേർക്ക് വന്നു ചേർന്നു. അപ്പോൾ ഈ
ഈ കർമ്മമാണ് ലക്ഷ്യം എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരാളോട് അല്ല സത്യം അറിയലാണ് ലക്ഷ്യം എന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് പറയുന്നത്, ഈ ജ്ഞാനികൾ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ജ്ഞാനികൾ പറയുന്നത് ഈ കർമ്മവാസന തന്നെ അകറ്റുക എന്നുള്ളതാണ് ഈ സാധനകളുടെ ഒക്കെ ലക്ഷ്യം. അപ്പോൾ ഈ കർമ്മവാസന കുറച്ചൊന്ന് കുറഞ്ഞെങ്കിലും കിട്ടിയാൽ മാത്രമേ നമുക്ക് ജ്ഞാനത്തിലേക്ക് ഒക്കെ താല്പര്യം വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം എഴുതിയത് എന്നുള്ളതാണ്. അങ്ങനെ നാരദ മഹർഷി തൻ്റെ കഥ പറയാൻ തുടങ്ങുകയാണ്. മുനിയെ, ഞാൻ പണ്ട് പൂർവജന്മത്തിൽ വേദവാദികളായ മുനീശ്വരന്മാരെ സേവിച്ചുകൊണ്ട് ഒരു ദാസീപുത്രനായ ജീവിച്ചു. അപ്പോൾ അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അഹം പുരാതീത ഭവേ അഭവം മുനേ ദാസ്യാസ്തു കസ്യാശ്ചന വേദവാദിനാം നിരൂപിതോ ബാലകയേവ യോഗിനാം ശുശ്രൂഷണേ പ്രാവൃഷി നിർവിവിക്ഷതാം. അങ്ങനെ എന്തോ ഒരു സുഹൃതത്താൽ കുറച്ച് ജ്ഞാനികളായ മുനീശ്വരന്മാരെ സേവിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ ഒരു ബാലകൻ എന്നുള്ള ഒരു കൗതുകം, അങ്ങനെയുള്ളൊരു കാരുണ്യം അവരെന്നോട് കാണിക്കുകയും ചെയ്തു. അങ്ങനെ ചാതുർമാസ്യ കാലത്ത് ഒരു ദിക്കിൽ ഒന്നിച്ച് ഇവർ എല്ലാ വർഷവും ഈ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഒരു ഗുഹയിൽ താമസിക്കും. എന്നിട്ട് ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ നടത്തും. അപ്പോൾ ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുകയാണ്. എത്രയോ കാലം മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു പല സ്ഥലത്തും. ഇപ്പം ഇങ്ങനെയുള്ള മാധ്യമങ്ങളും അവൈലബിൾ ആണ്. നമ്മൾ യൂട്യൂബ് പോലെയുള്ള ഓൺലൈനിലായിട്ട് ചെയ്യാനും. അങ്ങനെ മാധ്യമങ്ങൾ വ്യത്യസ്തമാണെങ്കിലും എപ്പോഴും ഈ ജ്ഞാന ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. ഒരു ദിക്കിൽ ഒന്നിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്ന യോഗികളുടെ ശുശ്രൂഷയിൽ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നിയോഗിക്കപ്പെട്ടു. ആ മുനിവര്യന്മാർ സർവത്ര സമദർശികളാണെങ്കിലും, അപ്പോൾ അല്ലേ, എല്ലാവരോടും സമദർശികളാണ് ജ്ഞാനികൾ. പക്ഷെ എന്നാലും കുറച്ച് ഒരു പ്രീതി ഈ കുട്ടിയോട് പ്രത്യേകമായിട്ടൊരു വാത്സല്യം അവർക്ക് തോന്നിയെന്നാണ്. അങ്ങനെ അപ്പോൾ അവരെപ്പറ്റി പറയുകയാണ്, ഈ ജ്ഞാനികളെപ്പറ്റി. അവർ ചാവല്യമില്ലാത്തവരും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവരും ഒക്കെ ആയിരുന്ന മുനിവര്യന്മാരായിരുന്നു. പക്ഷേ ഈ കുട്ടിയെ നാരദൻ എങ്ങനെയായിരുന്നു? കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കേണ്ട പ്രായമാണ്. പക്ഷെ അതൊക്കെ ദൂരത്തേക്ക് മാറ്റിവെച്ച് ഈ മുനിവര്യന്മാർ ജ്ഞാന സംവാദങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് പോയിരുന്ന് അത് കേൾക്കും പതുക്കെ. അതായിരുന്നു നാരദൻ ചെയ്തിരുന്നത്. അധികം സംസാരിക്കില്ല. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കും ഈ കുട്ടിയായ നാരദൻ. അങ്ങനെ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ വലിയ കൃപയുണ്ടായി എന്നാണ് പറയുന്നത്. ഗ്രേസ്, ആ കൃപ ചൊരിയാൻ തുടങ്ങി അവർ. അങ്ങനെ ഞാൻ മുനിവര്യന്മാരുടെ അനുവാദത്തോടെ അവരോട് സമ്മതം ചോദിച്ച് അവർ കഴിച്ചതിൻ്റെ ഉച്ഛിഷ്ടം ഞാൻ ഭക്ഷിച്ചു. സമ്മതം ചോദിച്ച് അവർ കഴിച്ച് മാറ്റിവെച്ച പാത്രം ഉണ്ടാവില്ല, അപ്പോൾ ആ പാത്രത്തിൽ നിന്ന് കുറച്ച് അന്നമെടുത്ത് ഞാൻ കഴിച്ചു. അങ്ങനെ പ്രവർത്തിച്ചതിനാൽ വിശുദ്ധചിത്തനായി തീർന്ന എനിക്ക് അവരുടെ ധർമ്മമായ ഭഗവതാരാധനയിൽ തന്നെ അഭിരുചിയുണ്ടായി. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരാളുടെ അങ്ങനെയുള്ള അവരുടെ ഉച്ഛിഷ്ടം കഴിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ജ്ഞാനം ഉണ്ടാവുമോ? അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ അത് ഈ കുട്ടിക്ക് ഇതിനുള്ള സമയമായി കഴിഞ്ഞു. അതാണ് ആ കർമ്മഗതി എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. 3 തരത്തിലുള്ള കർമ്മം. ആ കുട്ടിക്ക് ഈ ജ്ഞാനം കിട്ടാനുള്ള ഒരു നിയതി കർമ്മം കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ജ്ഞാനികളുടെ കൂടെ സമ്പർക്കത്തിന് പോലും സാധിച്ചത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ കർമ്മഗതിയെക്കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചു. ഈ കർമ്മഗതിയിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് കാലകർമ്മം എന്ന് പറയുന്നൊരു കർമ്മമുണ്ട്, ടൈം കർമ്മ. ഇത് നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇത് എത്രയോ മുമ്പ് തന്നെ തീരുമാനിക്കപ്പെട്ടതാണ് ഇങ്ങനെയൊരു കൊറോണ കർമ്മം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒരുമിച്ച് അനുഭവിക്കുന്നത്. അപ്പം അത് അങ്ങനെയോ ആവാം, അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു പ്രത്യേകമായിട്ട് ഒരു
സംഭവം നടക്കുകയാണ്, ഒരു തീപിടുത്തം നടക്കുകയാണ്. ആ തീപിടുത്തത്തിൽ മരിക്കേണ്ട, അല്ലെങ്കിൽ സുനാമി അങ്ങനെയുള്ള ഇതൊക്കെ നടക്കുന്ന സമയത്ത്, പ്രകൃതി ദുരന്തങ്ങളൊക്കെ നടക്കുന്ന സമയത്താണെങ്കിലോ ഒക്കെ ആ സമയത്ത് അത് അനുഭവിക്കേണ്ട ആളുകൾ ഒന്നിച്ച് ചേരുന്നു. പ്രളയകാലത്തിലാണെങ്കിലും അത് അനുഭവിക്കേണ്ടാത്തവരാണെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ നിയതി മാറ്റിവെക്കും, അവരെ മാറ്റി നിർത്തും, അവരേതെങ്കിലും ഒരു തരത്തിൽ രക്ഷപ്പെടുത്തി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കും. അപ്പോൾ അത് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോക്ക്ഡൗൺ, അതിൻ്റെ എല്ലാ തരത്തിലുള്ള എഫക്ട്സും നമ്മൾ 7 ബില്യൺ ആളുകൾ, ഇതിപ്പോൾ ഒരു നാട്ടിൽ മാത്രമാണോ, അല്ല, ഗ്ലോബലി എഫക്റ്റ് ചെയ്തൊരു കർമ്മയാണിത്. അപ്പോൾ ടൈം കർമ്മ എന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് COVID-19. ഈ ഒരു വൈറസ് കാരണം നമ്മൾ അനുഭവിക്കേണ്ട ബുദ്ധിമുട്ട്, ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണോ ഇതെല്ലാം, പക്ഷേ ഏതൊക്കെയോ തരത്തിൽ സ്പിരിച്വൽ വൈറ്റമിൻസായി നമ്മുടെ ഉള്ളിൽ എത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ സമയത്ത് ശരീരം ഉപേക്ഷിക്കേണ്ട കർമ്മമുള്ളവർ ശരീരം ഉപേക്ഷിക്കും, ആ സമയത്ത് അവർക്ക് രോഗം കിട്ടും. അതല്ലാത്തവർ അതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെ, ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് ചിന്തിക്കാനും കൂടിയുള്ള സമയമായിട്ട് ഇങ്ങനെ. അപ്പോൾ കാലകർമ്മത്തിൻ്റെ ഒരു ഉദാഹരണമാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു കർമ്മവും കൂടിയുണ്ട്. അപ്പോൾ ഇത് ആരെ ഡെലിവർ ചെയ്യുന്നത്? ഇതിനാണ് നിയതി. ഭഗവാന്റെ തന്നെ, പരമാത്മാവിൻ്റെ തന്നെ ശക്തിയാണ് കാലമായും നിയതിയായും എല്ലാം കളിക്കുന്നതെന്ന് ഗീതയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ നിയതി അതാണ് നാരദനെ ഈ ജ്ഞാനികളുടെ അടുത്തെത്തിച്ചതും. അപ്പം നമ്മൾ ഓരോരുത്തരും ഒരു ഗുരുവിൻ്റെ അടുത്തെത്തുന്നത് നമ്മൾക്ക് അതിനുള്ള സമയം ആവുമ്പോഴാണ്. ആ കാലഗതി നമ്മൾക്ക് അനുകൂലമാവുന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ ഒരു ഗുരു എത്തും. അപ്പോൾ അതിന് നമുക്ക് വേണ്ട ജ്ഞാനം കിട്ടുകയും ചെയ്യും. ചില സമയത്ത് ഒരുപാട് കാലം നമ്മൾ സെൽഫ് എഫേർട്ട്, പുരുഷാർത്ഥം ചെയ്തിട്ടായിരിക്കും സത്യം സാക്ഷാത്കരിക്കുക. ചിലർക്കോ അവർക്ക് ഒരുപാട് സാധനകളോ ഇങ്ങനെയുള്ള ഗുഡ് കർമ്മ, പൂർവ കർമ്മത്തിൽ, ഈ സഞ്ചിത കർമ്മത്തിൻ്റെ ഫലമായിട്ട് അവരുടെ കർമ്മ ബാഗിൽ ഇങ്ങനെ കുറേ ഗുഡ് കർമ്മ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഉള്ളത് കൊണ്ട് അവർക്ക് പെട്ടെന്ന്, മറ്റുള്ളവരെക്കാളും പെട്ടെന്ന് തന്നെ ജ്ഞാനം കിട്ടുകയും ചെയ്യും. അവർക്ക് ബ്രഹ്മനിഷ്ഠയിൽ ജീവിക്കാനും ഉള്ള, എന്ന് വെച്ചാൽ മറ്റുള്ളതിൽ നിന്നെല്ലാം ശ്രദ്ധ പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് അവർക്ക് ഇങ്ങനെയുള്ള. അപ്പം അതാണ് കർമ്മഗതി എന്ന് പറയുന്നത്. ഈ കർമ്മം അനുകൂലമായിരിക്കണം. അപ്പം നമ്മൾക്കറിയോ എത്ര പെട്ടെന്നാണ്, എപ്പോഴാണ് ഇതുണ്ടാവുക, ഈ സത്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ സാധനയുടെ സാക്ഷാത്കാരം എപ്പോഴാണ് ഉണ്ടാവുകയെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കാം. കുറച്ച് കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കും. ഒരു ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വീഡിയോ കാണാനോ ഇങ്ങനെയൊക്കെ നമുക്ക് സാധിക്കുള്ളൂ ഇപ്പം എന്ന് വിചാരിക്കും. സാഹചര്യങ്ങളും ഉണ്ട്. അത് 100% ചെയ്യും. ചോദിക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ, am I doing my 100%? ഉള്ള സൗകര്യങ്ങൾ വെച്ച് നമ്മുടെ 100% പുരുഷാർത്ഥം, അതായത് സെൽഫ് എഫേർട്ട്, സത്യം മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഈ ചോദ്യം ഓരോ സാധകനും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട ചോദ്യമാണ് നമ്മളോട്, സ്വയം ചോദിക്കേണ്ട ചോദ്യം. കാരണം പലപ്പോഴും നമ്മുടെ മനസ്സ് പറയും, അത് നമ്മളെ കൊണ്ടൊന്നും ഇത് സാധിക്കില്ല. അപ്പോൾ എന്താ ഉണ്ടാകുന്നതെന്നറിയോ? നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്മൾ തന്നെ കീറിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യരുത്. അതാണ് ആത്മഗ്ലാനി എന്ന് പറയുന്നത്. ഏറ്റവും മോശമായിട്ട് നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത്. കാരണം എന്താ? ബുദ്ധനിലും നബിയിലും ക്രിസ്തുവിലും അതുപോലെ തന്നെ കൃഷ്ണനിലും ഒക്കെ ഉണ്ടായിരുന്ന ഏതൊരു പരമാത്മാവാണോ ഇവരൊക്കെ കൊണ്ട് ജ്ഞാനം പറയിപ്പിച്ചതും അവരൊക്കെ ബ്രഹ്മനിഷ്ഠയിൽ ഇരുത്തി ജീവിപ്പിച്ചതുമെല്ലാം, ഏതൊരു പരമാത്മാവാണോ അതേ പരമാത്മാവ് തന്നെയാണ് നമ്മൾ ഓരോരുത്തരിലും ഉള്ളത് എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഒരിക്കലും തോന്നില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് ഒരിക്കലും തോന്നില്ല. തീർച്ചയായിട്ടും കഴിയും. നമ്മൾ ഓരോരുത്തരും ആ ഒരു ഫുൾ പൊട്ടൻഷ്യലോട് കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ പല ഡിസ്ട്രാക്ഷൻസും കൊണ്ട് അത് മറന്നു പോവാണ്. ചിലർക്ക് ഒരു വേക്കപ്പ് കോൾ ആയിരിക്കും ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലം എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ ഒരു ബുക്കായിരിക്കും, ചിലർക്ക് അതൊരു വീഡിയോ ആയിരിക്കും. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു വേക്കപ്പ് കോൾ വന്നു കഴിഞ്ഞാൽ 100% സെൽഫ് എഫേർട്ട് ആവശ്യമാണ്, പുരുഷാർത്ഥം ആവശ്യമാണ്. പിന്നെ കാലത്തിൻ്റെ കർമ്മഗതിയും
അങ്ങനെ നാരദ മഹർഷിയുടെ നല്ല ആ ഒരു കർമ്മഗതി ഇവരെ ഈ ജ്ഞാനികളായ മുനിവര്യന്മാരെ അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുപോയി എത്തിക്കുകയും അങ്ങനെ ദിവസവും അതിമനോഹരങ്ങളായ ഭഗവാന്റെ ദിവ്യലീലകൾ പ്രേമപൂർവം പാടുന്ന ആ യോഗിമാരുടെ അനുഗ്രഹത്താൽ ഞാൻ അവ കേട്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നു എന്നാണ് നാരദ മഹർഷി പറയുന്നത്. ഈ ജ്ഞാനികളായ അവർ ഭഗവാന്റെ ദിവ്യലീലകൾ പാടുക എന്ന് പറയുന്നത് തന്നെ എന്തൊരു നല്ല അനുഭവമാണ് അല്ലേ. അത് കേൾക്കാൻ തന്നെ വലിയ ഭാഗ്യം വേണം. അങ്ങനെ അത് കേട്ടുകൊണ്ട് അവരങ്ങനെ കുറച്ച് ദിവസം എല്ലാ വർഷവും ചെലവഴിക്കും. അത് കേട്ടുകൊണ്ടിരിക്കാനുള്ളൊരു ഭാഗ്യം ഈ കുട്ടിയായ നാരദന് ഉണ്ടായി. അങ്ങനെ ആ ലീലകൾ ജന്മസിദ്ധമായ താല്പര്യത്തോടെ, ഇവിടെയൊക്കെ ഓരോ വാക്കുകൾക്കും എന്തൊരർത്ഥങ്ങളാണെന്നറിയോ. ജന്മസിദ്ധങ്ങളായ ഒരു താല്പര്യം, ജന്മസിദ്ധമായ താല്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം ഈ കുട്ടിക്ക് പൂർവ്വജന്മ ഭ്രമത്തിൽ ഇങ്ങനെ ഒരു താല്പര്യം ജനിച്ചിട്ടുണ്ട്. അതിനു വേണ്ട ഒരുപാട് സാധനങ്ങളും ഒക്കെ ഈ ജീവൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ജന്മത്തിൽ ഈ ഒരു പൂർവ്വജന്മ താല്പര്യം അത് ആ കർമ്മ കിക്കിൻ ചെയ്യാണ്, ആ മെമ്മറി കിക്കിൻ ചെയ്യും. അത് പറയുന്നത് ഒക്കെ പറയുന്നത് ഒരു 30 വയസ്സ് ആ ഒരു ഏജ്, 30s ഒക്കെ ആകുമ്പോൾ 40s ഒക്കെ ആകുമ്പോഴൊക്കെ പൂർവ്വജന്മത്തിൽ സ്മൃതി കിക്കിൻ ചെയ്തുകൊണ്ട് വരും. അപ്പോൾ അപ്പോഴാണ് ഈ വൈരാഗ്യം വരുന്നതും ഇതിലേക്ക് ഒരു ശ്രദ്ധ വരുന്നതും എല്ലാം. അപ്പോൾ അങ്ങനെ ഞാൻ ആ ലീലകൾ ജന്മസിദ്ധമായ താല്പര്യത്തോടെ കേട്ടുകൊണ്ടിരുന്ന എനിക്ക് പുണ്യയശസ്സായ ഭഗവാനിൽ രുചിയുണ്ടായി. ഭഗവാനിൽ താല്പര്യം ജനിച്ച എനിക്ക് ആ പുണ്യവൃത്തിയിൽ തടുക്കാനരുതാത്ത മനോഭിലാഷം ഉണ്ടായി. ആ നിരന്തര സ്മരണയാൽ വാസ്തവത്തിൽ പ്രപഞ്ചാതീത സച്ചിദാനന്ദ രൂപമായ ആത്മാവിൽ സ്ഥൂല സൂക്ഷ്മങ്ങളായ ഉപാധികൾ അജ്ഞാന കൽപ്പിതങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഇതെല്ലാം കൂടി നല്ലൊരു സോയിൽ പ്രിപ്പയർഡാക്കി കൊടുത്തു നാരദന്. നല്ല മണ്ണായിരിക്കണം അല്ലേ, ഒരു നല്ലൊരു ചെടി വളർന്നു വരണമെങ്കിൽ നല്ലൊരു മണ്ണ്, അതിന് വേണ്ട വെള്ളം, അതിന് വേണ്ട സൂര്യപ്രകാശം, ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചെടി നല്ല ആരോഗ്യത്തോടു കൂടി വളരുള്ളൂ അല്ലേ. അതുപോലെ തന്നെയാണ് ഈ ആത്മജ്ഞാനവും. എല്ലാം ആ സാഹചര്യങ്ങൾ ഒത്തുവരികയാണ്. അപ്പം നാരദന് ഈ ജ്ഞാനികളുടെ സമ്പർക്കം അവരുമായിട്ട് അതിൻ്റെ അത്ര തന്നെ പ്രാധാന്യം അർഹിക്കുന്നു അജ്ഞാനികളുമായിട്ടുള്ള സമ്പർക്കം ഇല്ലായ്മ എന്നുള്ളതും. അപ്പോൾ ഈ കുട്ടിക്ക് മറ്റാരുമായിട്ടും സമ്പർക്കമില്ല. അപ്പോൾ അജ്ഞാനത്തിൽ ജീവിക്കുന്ന ആളുകളുമായിട്ട് സമ്പർക്കമില്ല. ആരുമായിട്ട് സമ്പർക്കം? ഈ ജ്ഞാനത്തിൽ ബ്രഹ്മനിഷ്ഠയിൽ ജീവിക്കുന്ന ഇവർ ഭഗവാനെക്കുറിച്ച് ഉള്ള പാട്ടുകളും ഒക്കെ പാടി ഇങ്ങനെ ലീലകൾ പ്രകീർത്തിച്ച് ആനന്ദ മഗ്നരായി ഇരിക്കുന്ന ഇവരുടെ ഈ സാന്നിധ്യത്തിൽ നല്ല ഒരു സാഹചര്യം നാരദന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാരദൻ ധ്യാനവും എല്ലാം അഭ്യസിക്കാൻ തുടങ്ങി അവരുടെ കൂടെ തന്നെ. അങ്ങനെ തടുക്കാനരുതാത്ത ഒരു മനോഭിലാഷം, അതാണ് ഇൻറ്റ്യൂട്ടീവ് തോട്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ ആ ഇൻറ്റ്യൂഷൻ. എന്താ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് തടുക്കാനാവില്ല, നമുക്ക് പറ്റില്ല. അത് അത്ര ഫോഴ്സ്ഫുള്ളായിട്ടാണ് നമ്മുടെ ഉള്ളിൽ അത് വരുന്നത് അല്ലേ. നിങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അത് ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ. അപ്പം ഈ ഒരു തടുക്കാനാവാത്ത ആഗ്രഹം ഉള്ളിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് നാരദന്. എന്തില്? ഭഗവാനിൽ താല്പര്യം. ആ ഫയർ അങ്ങോട്ട് ജ്വലിക്കാൻ തുടങ്ങി. ഉള്ളിൽ നിന്ന് ആ ഒരു നാളം ജ്വലിക്കാൻ തുടങ്ങി. ഇവർ കൊളുത്തി കൊടുത്ത നാളം, ജ്ഞാനികളുടെ ഫിസിക്കൽ പ്രസൻസ് പ്രത്യേകിച്ചും അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാവുന്ന അങ്ങനെ ഒരു പ്രേരണ നമ്മൾ സാധകന്മാരിൽ ജനിപ്പിക്കാൻ ഈ ജ്ഞാനികൾക്ക് പ്രസൻസ് കൊണ്ട് സാധിക്കും. ഒരു ഗുരുവിൻ്റെ പ്രസൻസിൽ അത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു. ഗുരു അതിനെപ്പറ്റി ഒരുപക്ഷെ ഒന്നും സംസാരിക്കുന്നുണ്ടാവില്ല, എന്നാൽ കൂടി ഒരു ജ്ഞാനിയായ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ അത് നടക്കുന്നു. നമ്മുടെ അഭിമാനമായിട്ടുള്ള ആ ഹൃദയഗ്രന്ഥിയൊക്കെ പൊട്ടി കണ്ണുനീർ വാർത്ത് നമ്മൾ ഇരിക്കും ഈ ഒരു പ്രസൻസിൽ. കാരണം എന്താണ്? നമുക്കറിയില്ല എന്താ സംഭവിക്കുന്ന ഉള്ളിൽ നിന്ന്, നമുക്കൊന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷെ എന്തൊക്കെയോ ഉള്ളിൽ സംഭവിക്കുന്നു.
ഇതൊരു നമ്മളിപ്പോൾ ഒരു ജലദോഷം പിടിച്ച ഒരാൾക്ക് കോൾഡ് ഫ്ലൂ ഒക്കെ വന്നു, അവർ നമ്മളുടെ അടുത്ത് വന്നിരുന്ന എന്താണ്ടാവുക, നമ്മളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുകയാണെന്ന് വിചാരിക്കും, അല്ല ഇടയ്ക്കിടയ്ക്ക് സ്നീസ് ചെയ്യുന്നുണ്ടാവും, കവർ ചെയ്യുന്നൊന്നുമില്ല, എന്താണ്ടാവുക, നമുക്ക് പെട്ടെന്ന് കോൾഡ് പിടിക്കും അല്ലേ, നമ്മൾ ഇൻഫെക്റ്റഡ് ആവും. അതേപോലെ തന്നെ ഇതുപോലെ തന്നെ ഒരു കാര്യമാണ് ഒരു ജ്ഞാനിയുടെ പ്രസൻസിൽ നടക്കുന്നത്. അവർ വേണമെന്നൊന്നും വിചാരിച്ചിട്ടില്ലെങ്കിലും കൂടി അത് അവരിൽ നിന്ന് പ്രസരിക്കും. ഈ ജ്ഞാനത്തിൻ്റെ പ്രസരം ഉണ്ടാവും. ആ പ്രസരത്തിൽ നമുക്ക് തടുക്കാനാവാത്ത ആഗ്രഹം, ഭഗവാനെ അറിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പം നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന പല പല രാഗദ്വേഷങ്ങളൊക്കെ നമ്മളറിയാതെ തന്നെ അത് വിട്ടുപോകും. അതുകൊണ്ടാണ് ഒരു ജ്ഞാനിയുടെ ഫിസിക്കൽ പ്രസൻസിൽ ഇരിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ആശ്രമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയില്ല, നമ്മൾ പലരും വിചാരിക്കും റിലാക്സ് ചെയ്യാൻ വേണ്ടി പോകാനുള്ള ഒരു സ്ഥലം പോലെയാണ് ചിലരൊക്കെ ആശ്രമങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഉണ്ടാവുന്ന ഇതാണ്, അവരുടെ പ്രസൻസിൽ, അവരുടെ സാന്നിധ്യത്തിൽ ഇത് സംഭവിക്കുന്നു. മനസ്സിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു, മനസ്സിലെ മാലിന്യങ്ങളൊക്കെ അകന്നു പോകുന്നു. അതാണ് സത്സംഗത്തിൻ്റെ കീർത്തി. നമ്മൾ ഭജഗോവിന്ദത്തിൽ വായിച്ചില്ലേ, സത്സംഗത്വാത് നിസ്സംഗത്വം, നിസ്സംഗത്വാത് നിർമ്മമത കൈവരുന്നു അല്ലേ. സത്സംഗം കൊണ്ട് നിസ്സംഗത്വം വരുന്നു. എന്ത്, ഈ മനസ്സ് അവിടെയും ഇവിടെയും പോയി ഒട്ടിപ്പിടിക്കുന്നത് നിർത്തുന്നു. അപ്പോൾ നിസ്സംഗത വരും. നിസ്സംഗത വരുമ്പോൾ നിർമോഹത്വം വരും. മോഹത്വം എന്ന് പറഞ്ഞാൽ എന്ത്, നിർമോഹത്വം കൊണ്ടാണ് നമ്മളിവിടെ എത്തിയത്. ഈ അജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്, മറവിയാണ്. എൻ്റെ സ്വരൂപം ഞാൻ മറന്നുപോയി എന്നുള്ളൊരവസ്ഥയാണ് അജ്ഞാനാവസ്ഥ. അപ്പോൾ ഈ നിർമോഹത്വം വരുമ്പോൾ എന്താണ്, നിർമോഹത്വേ നിശ്ചല തത്വം. ഈ മറവി അങ്ങോട്ട് മാറുമ്പോൾ എന്താണ്, ഈ നിശ്ചല തത്വത്തിൻ്റെ അനുഭവം നമ്മൾക്കുണ്ടാവുന്നു. ഓ, എൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഭഗവാനെ ഇങ്ങനെയൊരു നിശ്ചലമായ, എല്ലാറ്റിനും സാക്ഷിയായി കൊണ്ട് നിൽക്കുന്ന ഒരു നിശ്ചല തത്വം, ഈ നിശ്ചല ബോധവസ്തു, അതാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ്. ഭഗവാൻ ഇതിലും വലിയൊരു തിരിച്ചറിവ് ഉണ്ടാവാനില്ല ഒരാളുടെ ജീവിതത്തിൽ. ഇത്ര കാലവും ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നതാണ് ഫസ്റ്റ് തോട്ട് ഉണ്ടാവുക. ഇത് എത്ര ഫെമിലിയറാണ് എനിക്ക്, ഇത് അറിയാത്ത എന്തോ ഒരു വസ്തുവിൻ്റെ തിരിച്ചറിവിൽ എപ്പോഴും നമ്മളുടെ അത്രമാത്രം ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണത്, ആ സത്യം എന്ന് പറയുന്നത്. പക്ഷേ അത് ആ മൊമെൻറ്റിൽ, ഇത് തിരിച്ചറിവിൻ്റെ ആ ഒരു മൊമെൻറ്റ് എത്തിക്കഴിഞ്ഞാൽ, ഓ, ഇതാണ് ഞാൻ എന്നുള്ള ആ തിരിച്ചറിവ് വരുമ്പോൾ ഈ നിശ്ചല തത്വത്തിൻ്റെ രൂപപ്രദർശനങ്ങളാണ് ഇത് മുഴുവനെന്നും തിരിച്ചറിയുന്നത്. അപ്പം അതാണ് ഭാഗവതത്തിൽ നമ്മളെ മനസ്സിലാക്കി തരുന്ന ഈ കാര്യം. അങ്ങനെ ഇത് തിരിച്ചറിയാണ് നാരദൻ. അവിടെയാണ് നാരദൻ പറയുന്നത്, നോക്കൂ, നിരന്തര സ്മരണ. ഈ വാക്ക് തന്നെ ഇതാ ഞാൻ പറഞ്ഞത്, ഓരോ വാക്കുകൾക്കും അത്രമാത്രം അർത്ഥങ്ങളാണ്. ഈ ഭഗവത്ഗീത മുഴുവനും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു എത്രയോ പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു വാക്കാണ് നിരന്തര സ്മരണ എന്ന് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിരന്തര സ്മരണയാൽ എന്നെ പൂർണ്ണമായും അനുഭവിക്കാൻ സാധിക്കും അർജുന എന്ന് പല സ്ഥലങ്ങളിലായി ഭഗവാൻ പറയുന്നു. അപ്പോൾ ഈ നിരന്തര സ്മരണയാണ് നാരദന് കിട്ടിയത് ഇങ്ങനെയുള്ള സത്സംഗം കൊണ്ട്. ഇപ്പം സത്സംഗം കൊണ്ട് കിട്ടാൻ പറ്റുന്ന ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നിരന്തര സ്മരണ. അപ്പോൾ ഇങ്ങനെ ഇത് തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ ഗുരുവായൂരിലും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ, പുണ്യസ്ഥലങ്ങളിൽ, ആരാധനാലയങ്ങൾ, അതിൻ്റെയൊക്കെ എപ്പോഴും അവിടെ ആ ഒരു സ്ഥലത്തിന് തന്നെയുണ്ട് ഒരു സത്സംഗത്തിൻ്റെ മഹത്വം. കാരണം എപ്പോഴും ജ്ഞാനത്തിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, പ്രാർത്ഥനയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇങ്ങനെ ആ സ്ഥലത്തിന് തന്നെ അങ്ങനെ ഒരു വൈബ്രേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ളതിൽ നിന്നെല്ലാം മനസ്സ് പതുക്കെ വിട്ട് ഭഗവാനിൽ തന്നെ കേന്ദ്രീകരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ അതാണ് ഭഗവാനിൽ താല്പര്യം ജനിച്ച എനിക്ക് ആ പുണ്യവൃത്തിയിൽ തടുക്കാനെഴുതാത്ത മനോഭിലാഷമുണ്ടായി. എന്നിട്ട് എന്താ സംഭവിച്ചത്, നിരന്തര സ്മരണ സംഭവിച്ചു. അങ്ങനെയുള്ള നിരന്തര സ്മരണയാൽ വാസ്തവത്തിൽ പ്രപഞ്ചാതീത സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവിൽ ഈ നാമരൂപങ്ങളും ഈ സ്ഥൂല സൂക്ഷ്മങ്ങളായ ഉപാധികൾ എന്ന് വെച്ചാൽ ഈ ശരീരങ്ങളടക്കം എല്ലാം കൽപ്പിതങ്ങളാണ്, അജ്ഞാന കൽപ്പിതങ്ങളാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഇതാണ് നാരദൻ കണ്ടെത്തിയ സത്യം.
അപ്പോൾ എന്ത് സംഭവിച്ചത്, ഈ സത്സംഗം കൊണ്ട് ഇങ്ങനെ ഒരു നിരന്തര സ്മരണ സാധ്യമായി, ഭഗവാനിൽ എത്തണം എന്നുള്ള ഒരു ലക്ഷ്യം നാരദനിലുണ്ടായി. ആ ലക്ഷ്യം തന്നെ നിരന്തര സ്മരണയെ സഹായിച്ചു. അങ്ങനെ നിരന്തര സ്മരണയിൽ ജീവിച്ചപ്പോൾ നാരദൻ തിരിച്ചറിഞ്ഞ സത്യം ഇതാണ്: ഈ ബോധസ്വരൂപനായ ആത്മാവിൽ ഉണ്ടെന്ന് തോന്നുന്ന ഈ നാമരൂപങ്ങളെല്ലാം അജ്ഞാന കൽപ്പിതങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ ബോധസ്വരൂപം ഒരു രൂപത്തിലേക്കും മാറുന്നില്ല. അതിൻ്റെ വെറുതെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രൂപപ്രദർശനങ്ങളാണിത് മുഴുവൻ എന്ന് നാരദൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ അതാണ് നാരദൻ്റെ തിരിച്ചറിയൽ. എന്നിട്ട് എന്താ, ഇങ്ങനെ ശരത്കാലത്തും വർഷകാലത്തും മുഴുവൻ മഹാത്മാക്കളായ മുനികളാൽ നിരന്തരം കീർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഭഗവാന്റെ വിശുദ്ധ കീർത്തി 3 സന്ധ്യയ്ക്കും കേട്ടുകൊണ്ടിരുന്ന എനിക്ക് രജസ് തമസ്സുകളെ നിശേഷം നശിപ്പിച്ചു കളയുന്ന ദൃഢഭക്തി ഉണ്ടായി. അങ്ങനെ ആ ഒരു തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ ഭക്തി കൂടി വരികയാണ് നാരദൻ. അങ്ങനെ ദീനവത്സനായ ആ മുനിശ്രേഷ്ഠന്മാർ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ അനുരക്തനും വിനീതനും പാപഹീനനും ശ്രദ്ധാലുവും ബാലനെങ്കിലും ജിതേന്ദ്രിയനും അനുചരനുമായ എനിക്ക് സാക്ഷാൽ ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടതും ഏറ്റവും രഹസ്യവുമായ ശ്രീ ഭാഗവത തത്വം ഉപദേശിച്ചു. അങ്ങനെ ഈ കുട്ടി ഇതിന് റെഡിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു ജ്ഞാനി അത് ഉപദേശിച്ചു കൊടുക്കുള്ളൂ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, അല്ലേ? അപ്പോൾ പിന്നെ കുറച്ചൊക്കെ ജീവിതാനുഭവങ്ങളൊക്കെ വന്ന ഒരു പക്വത വന്ന ഒരാളായിരിക്കും സാധാരണ ഇതിന് തയ്യാറായിരിക്കുന്നത്. പക്ഷേ ഈ മുജ്ജന്മത്തിലത്തെ ഈ സുഹൃതം കൊണ്ട് തന്നെ ഈ കുട്ടി ഇവർ പോകാനാകുമ്പോഴേക്കും നല്ല പഴുത്ത് പാകമായി നിൽക്കുന്ന ഒരു പഴം പോലെ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആ ഗുണങ്ങൾ കിട്ടും. അവിടെ തന്നെ ഇന്ദ്രിയ നിഗ്രഹം ഒക്കെ സാധിച്ചു കഴിഞ്ഞു ഈ കുട്ടിക്ക് ഈ പ്രായമാകുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ ബാലനെ പാപഹീനനും, അപ്പം ഇതിൽ കണ്ടു ശ്രദ്ധാലു. കൃഷ്ണൻ ഗീതയിൽ പറയുന്നത് ശ്രദ്ധാവാൻ ലഭതേ സർവം. ശ്രദ്ധാവാൻ, ആ ശ്രദ്ധ, എനിക്കിത് തന്നെ വേണം എന്നൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ അതിലേക്ക് ശ്രദ്ധ വരുള്ളൂ, അല്ലേ? അപ്പം അങ്ങനെയുള്ള ശ്രദ്ധ വന്നു കഴിഞ്ഞു നാരദൻ ഇത്രയും ചെറിയ പ്രായത്തിൽ. അങ്ങനെയുള്ള നാരദനോട് ജിതേന്ദ്രിയനും അനുചരനുമായ, പറഞ്ഞാൽ അനുസരിക്കുമെല്ലാം അങ്ങനെയുള്ള ഒരു കുട്ടി, അങ്ങനെ ഉള്ള ഈ നാരദന് സാക്ഷാൽ ഭഗവാൻ അവർക്ക് ഉപദേശിച്ചു കൊടുത്ത ഈ ഭാഗവത തത്വം എനിക്ക് പറഞ്ഞു തന്നു. എന്താണ് ഭാഗവത തത്വം? ഭഗവാന്റെ സ്വരൂപമാണ് ഭാഗവത തത്വം. അപ്പോൾ ഈ സത്യം നാരദന് മനസ്സിലാക്കി കൊടുത്തു. എന്ത്? ഈ അജ്ഞാന കൽപ്പിതങ്ങളാണ് ഈ നാമരൂപങ്ങളെല്ലാം. ബോധസ്വരൂപനായ ഭഗവാൻ ഒരേ ഒരു വസ്തു മാത്രമേ ഇവിടെയുള്ളൂ എന്നുള്ള സത്യമാണ് നാരദൻ അവരിൽ നിന്ന് ഭാഗവത തത്വമായി കേട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ഒരു തത്വം എങ്ങനെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് നാരദൻ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്ത ദിവസം വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ തന്നെ യാതൊരു പദാർത്ഥങ്ങൾ കൊണ്ട് ജീവികൾക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു. ആ രോഗകാരണമായ ആ ദ്രവ്യങ്ങൾ തന്നെ രോഗശമനമാവുകയില്ല. എന്നാലും അവ തന്നെ മറ്റു ചില ദ്രവ്യങ്ങളിട്ട് സംസ്കരിക്കുന്ന പക്ഷം രോഗം നശിപ്പിക്കാം. ഈ രോഗം എന്നിവിടെ പറയുന്നത് സംസാര രോഗത്തിനെ കുറിച്ചാണ്. സംസാരം എന്നതൊരു രോഗമാണെന്നാണ് നാരദൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ 7 ബില്യൺ രോഗികളായിരിക്കും ഉള്ളത്, അല്ലേ? അതിൽ വളരെ കുറച്ച് പേർക്കേ ഈ ജ്ഞാനത്തിനെ കുറിച്ചൊക്കെ ഒരു ബോധ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സംസാരത്തിൻ്റെ രോഗം ബാധിച്ച് നടക്കുന്ന രോഗികളാണ് ഈ ലോകത്തിൽ കാണപ്പെടുന്ന ഒട്ടുമിക്ക ആളുകളും എന്നാണ് നാരദനിവിടെ പറയുന്നത്. അപ്പോൾ അവരുടെ രോഗം ശമിപ്പിക്കാൻ വേണ്ടി എന്താണ്, ഈ ഇതെല്ലാം ഭ്രമാണെങ്കിലും സാധനങ്ങളും എല്ലാം ഭ്രമത്തിൽ പെട്ടത് തന്നെയാണ്. ശാസ്ത്രങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം ഇതിൻ്റെ ഭാഗമാണ് ഈ സ്വപ്നത്തിന്. പക്ഷേ അതിലൊരു അലാം ക്ലോക്ക് പോലെ, ഈ സ്വപ്നത്തിലൊരു അലാം ക്ലോക്ക് പോലെ ഉപനിഷത്തുകൾ നമ്മളെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെയും ഈ ഉറക്കത്തിലേക്ക്, സ്വപ്നത്തിലേക്ക് തള്ളിയിടുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഉണർത്തുന്ന അലാം ക്ലോക്കുകളാണ് നമ്മളുടെ ഈ ശാസ്ത്രങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് നന്നായി ചിന്തിച്ചു നോക്കുക. ഇന്ന് കേട്ട ഈ ഭാഗം, നാരദൻ ഈ സത്യം മനസ്സിലാക്കിയ ഈ ഒരു കാര്യങ്ങൾ, അതിൻ്റെ അവസാനം ഇങ്ങനെയാണ്: യദത്ര ക്രിയതേ കർമ്മ ഭഗവത് പരിതോഷണം ജ്ഞാനം യത്തദധീനം ഹി ഭക്തിയോഗ സമന്വിതം. അപ്പോൾ ഇത് 35ാമത്തെ ശ്ലോകമാണ്. ഇവിടെ ഭഗവാന്റെ പ്രസാദത്തിനുതകുന്ന യാതൊരു ഭാഗവത ധർമ്മം
ഉപദേശിക്കപ്പെടുന്നു. ഭക്തിയോട് കൂടിയ ജ്ഞാനം ആ ഭാഗവത ധർമാനുഷ്ഠാനം കൊണ്ട് സിദ്ധിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ജ്ഞാനം, ഭക്തി മാത്രം പോരാ, ജ്ഞാനത്തോടു കൂടിയ ഭക്തി അപ്പം ഈ ജ്ഞാനത്തിൻ്റെ പരിപൂർണതയിലെത്തുമ്പോൾ ഭക്തി ഓട്ടോമാറ്റിക്കലി വന്നോളും. അതാണ് കാര്യം. അപ്പം എല്ലാം അവസാനം അതിൻ്റെ എല്ലാ പൂർണ്ണതയിലെത്തുമ്പോൾ ഏതൊരു മാർഗം സ്വീകരിച്ചാലും, കർമ്മയോഗമാണെങ്കിലും ഭക്തിയോഗമാണെങ്കിലും ജ്ഞാനയോഗമാണെങ്കിലും അതല്ല ധ്യാനത്തിൻ്റെ മാർഗത്തിലൂടെ ആണെങ്കിലും, എല്ലാം പരിപൂർണതയിലെത്തുന്ന സമയത്ത് ഇതെല്ലാം അവരിൽ വന്നു ചേരുന്നു. ഈ ഗുണങ്ങൾ മുഴുവനും, ഈ ഏത് പാതയിലൂടെ നടന്ന് കിട്ടുന്ന ആ ഗുണങ്ങൾ മുഴുവനും അവരിൽ വന്നു ചേരുന്നു. ഇതാണ് രമണ മഹർഷിയൊക്കെ പറയുന്നത്. എല്ലാ ഗുണങ്ങളും ആ മനസ്സിൽ പ്രതിഫലിക്കാൻ തുടങ്ങും. ഒരു യോഗിയുടെ എല്ലാ ഗുണങ്ങളും അപ്പോൾ ഈ ജ്ഞാനത്തിലെത്തുന്ന സമയത്ത് ഭക്തി വന്നോളും. അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭഗവത് അനുഷ്ഠാനം കൊണ്ട് സിദ്ധിക്കുന്നു. എപ്പോൾ ഭഗവതർപ്പണമായി തന്നെ പിന്നെയും പിന്നെയും കർമ്മങ്ങൾ ചെയ്യുന്നു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെയും നാമങ്ങളെയും കീർത്തിക്കാനും നിരന്തരം സ്മരിക്കാനും ഇടവരുന്നു. അപ്പോൾ ഇതറിഞ്ഞുകൊണ്ട്, ഈ സത്യം അറിഞ്ഞുകൊണ്ട് അവർ കർമ്മരംഗത്ത് പ്രവർത്തിക്കുമ്പോഴും എന്താ ഉണ്ടാവുന്നത്, ചെയ്യുമ്പോഴൊക്കെ ഭഗവതർപ്പണമായിട്ടാണ് ചെയ്യുന്നത് ഓരോന്നും. അതാണ് നമ്മൾ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നവോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനോ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. ചെയ്യുന്ന കർമ്മം ചെയ്യുന്ന ആളും ഈ ചെയ്യുന്ന കർമ്മവും ഇത് ആർക്കാണോ ചെയ്തു കൊടുക്കുന്നത് ആ കാര്യം, അപ്പോൾ കർത്താവും കർമ്മവും ഭോക്താവും എല്ലാം ബ്രഹ്മം തന്നെ എന്നുള്ളൊരു സ്മരണയിലാണ് ഈ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർ വ്യവഹാര രംഗത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഭഗവാനായ വാസുദേവനെ മാനസികമായി സ്മരിക്കുന്നു അവർ. പ്രദ്യുമ്നായും അനിരുദ്ധനായും സംഘർഷനായും പ്രകാശിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. ഇങ്ങനെയുള്ളൊരു മന്ത്രത്തോടു കൂടി ഈ അധ്യായം അവസാനിക്കുകയാണ്. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ നിരുദ്ധായ നമഃ സംകർഷണായ ച. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ വ്യാസനാരദ സംവാദേ പഞ്ചമോധ്യായ. അങ്ങനെ അഞ്ചാമത്തെ അധ്യായം, വ്യാസനാരദ സംവാദം എന്നുള്ള അഞ്ചാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇങ്ങനെ സ്വരൂപജ്ഞാനത്തിനെ കുറിച്ചും ഒക്കെ സംസാരിച്ച് നാരദൻ പറഞ്ഞു കൊടുക്കുകയാണ്. ബ്രഹ്മൻ ഇപ്രകാരമുള്ള തൻ്റെ ഉപദേശം ഞാൻ ശ്രദ്ധയോടെ അനുഷ്ഠിക്കുന്നതായി അറിഞ്ഞ് സ്വരൂപജ്ഞാനവും ദിവ്യശക്തിയും ഐശ്വര്യവും ഏകാന്ത ഭക്തിയും തന്ന് എന്നെ ഭഗവാൻ അനുഗ്രഹിച്ചു. പ്രശസ്തനായ പുണ്യാത്മാവെ, അങ്ങും ഭഗവാന്റെ പുണ്യയശസ്സിനെ തന്നെ പ്രധാനമായി വർണ്ണിച്ചാലും. അവിടെയാണ് ഭാഗവതം എഴുതാണ് ഇപ്പോൾ ഭഗവാന്റെ പുണ്യയശസ്സിനെക്കുറിച്ച്, സ്വരൂപത്തിനെക്കുറിച്ച് തത്വജിജ്ഞാസ ഉണ്ടാക്കാൻ, മനുഷ്യരിൽ തത്വജിജ്ഞാസ വളർത്താൻ വേണ്ടി ഭഗവാന്റെ യശസ്സിനെക്കുറിച്ച് വർണ്ണിച്ചെഴുതൂ എന്ന് പറഞ്ഞിട്ടാണ് ഭാഗവതം എഴുതാൻ തുടങ്ങുന്നത് വേദവ്യാസ മഹർഷി. അങ്ങനെ നമ്മൾ അടുത്ത ദിവസം എന്നിട്ട് എന്താ ഉണ്ടായതെന്ന് ബാക്കി വായിക്കാം. ജ്ഞാനത്തിൻ്റെ പാതയിലൂടെ നാരദ മഹർഷി മുന്നോട്ട് നീങ്ങാണ്. അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും നാരദൻ്റെ കഥയും എല്ലാം ഒരു പ്രേരണയാവട്ടെ, സ്വരൂപം തിരിച്ചറിയാൻ ഉള്ള ഒരു പ്രേരണ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം. ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാ